നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അയ്യോ മാറി, ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാൻ ചിക്കൻ റോസ്റ്റിന് വേണ്ടുന്ന സാധനങ്ങൾ അരിഞ്ഞു വെക്കണം കേട്ടോ ചെയ്തത്. അതിൻ്റെ ഇടയിൽ കൂടി ഇതാ ഉപ്പേരിക്കുള്ള സംഭവങ്ങളൂടെ അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം സമയം ഇപ്പോൾ ഒരു 12:30 എല്ലാം ആയിട്ടുണ്ട്. വിശപ്പിൻ്റെ വിളി വരുന്നതിന് നമുക്ക് പണിയൊക്കെ തീർക്കാനുണ്ട്. ഇതാ ഉപ്പേരിക്കുള്ളിൽ ഇതാ അരിഞ്ഞു വെച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചെന്ന്. കുളി കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങിയ നിൽപ്പാണ് ഞാൻ ഈ നിൽക്കണത്. നിന്നാലൊന്നും ഞഞ്ഞമ്മാവൂല. ഞാൻ തന്നെ എൻ്റെ മനസ്സിനോട് പറഞ്ഞിട്ട് ഞാൻ ഇതാ ഇഞ്ചിയെല്ലാം ചതച്ച് ചിക്കൻ കഴുകി മസാലകളെല്ലാം തേച്ച് കുട്ടപ്പനാക്കി ഇതാ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ അവിടെ കിടന്ന് അടിക്കുമ്പോഴത്തേക്കും നമുക്കിതാ ഉപ്പേരി കൂടി ഒന്ന് റെഡിയാക്കാം. ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചിക്കനുള്ള ഉള്ളി വാട്ടി തുടങ്ങി. അതായപ്പോഴേക്കും ഞാൻ ഇതാ തക്കാളിയും പച്ചമുളകെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് ഇതാ ഉപ്പേരിൻ്റെ പരിപാടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ എല്ലാവർക്കും നല്ലതുപോലെ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതാ ചതച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് മസാലപ്പൊടികളെല്ലാം ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി വേവിച്ച ചിക്കനും കൂടി ഇട്ട് നല്ലതുപോലെ ആ വെള്ളം ഒന്ന് വറ്റട്ടെ. അങ്ങനെ ഇത് നല്ലതുപോലെ വരണ്ടു വന്നപ്പോൾ ഇതാ മല്ലിയില കൂടി ഇട്ടപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സമാധാനം, ഇനിയൊന്ന് ചോറുണ്ണാം. കുമ്പളങ്ങക്കറിയും നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ വരട്ടും ഉപ്പേരിയും പപ്പടം എല്ലാം കൂട്ടി നല്ലൊരു പിടിയങ്ങ് പിടിക്കാം. എനിക്ക് കറികളെല്ലാം കൂട്ടി മിക്സ് ചെയ്ത് തിന്നാനാണ് കേട്ടോ ഇഷ്ടം. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും. അപ്പോൾ എന്നാൽ ശരി, പിന്നെ കാണാം. ബായ്.